ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിഷ. എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കേക്കാണ്. അത് മാംഗോ ആൽമണ്ട് കേക്ക്. അത് എഗ്ലെസ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നന്നായിട്ട് പഴുത്ത ഒരു മാങ്ങ മുറിച്ച് തൊലി കളഞ്ഞ് മുറിച്ച് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. ഇത് ഏകദേശം 1 കപ്പുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പോളം വൈറ്റ് ഷുഗറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നു. അതുകൂടാതെ അതിലേക്ക് ഇനി ചേർക്കേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള പുളിയില്ലാതെ ഒരു 1/4 കപ്പ് യോഗട്ടാണ്, പ്ലെയിൻ യോഗട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. വെറ്റ് ഇൻഗ്രീഡിയൻസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി അരിപ്പയിലേക്ക് ഞാൻ 1 കപ്പ് ആട്ടപ്പൊടി വീറ്റ് ഫ്ലോർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടാതെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇതെല്ലാം ചേർത്ത് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് കേക്കിന് സോഫ്റ്റ്നെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ കോൺഫ്ലവർ ഈ കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് കൊടുക്കും. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അരിച്ച് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഈ വെറ്റ് ഇൻഗ്രീഡിയൻസിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് കട്ട് ആൻഡ് ഫോൾഡ് വിധത്തിൽ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് പതുക്കെ കട്ട് ആൻഡ് ഫോൾഡ് വിധത്തിൽ ചെയ്യണം. അതായത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു 1/2 കപ്പോളം ആൽമണ്ട് പൊടിച്ചതാണ്. ഒരു 1/4 കപ്പ് ആൽമണ്ട് എടുത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിരിക്കുന്നതാണിത്. ഇനി ഇത് ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഇതിവിടെ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബാറ്ററിന് ഇച്ചിരി തിക്നെസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൂസൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തണുത്ത റൂം ടെമ്പറേച്ചറിലുള്ള പാല് 2 ടേബിൾ സ്പൂൺ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ ബാറ്ററിനെ ഒന്ന് ലൂസൻ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളവും ചേർത്ത് കൊടുക്കാം, ചെറിയ ചൂടുവെള്ളവും ചേർത്ത് കൊടുക്കാം. അപ്പം നന്നായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ എൻ്റെ പാൻ ഓൾറെഡി ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സമയത്ത് എൻ്റെ ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ആയിട്ട് 10 മിനിറ്റോളം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ലെവൽ ചെയ്ത് നമുക്ക് ബാറ്ററിനെ ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനതിന് വേണ്ടിയിട്ട് ഇച്ചിരി സ്ലൈസ്ഡ് ഫ്ലേക്ക് ചെയ്ത ആൽമണ്ട് ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്യുകയാണ്. ഇത് കേക്കിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും, ഹൈലൈറ്റ് ആയിട്ട്. അപ്പോൾ ഇനി ഞാൻ ബേക്ക് ചെയ്തിട്ട് വരാം. ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞു. നമുക്കിവിടെ ഇത് കേക്ക് ബേക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ അതിനു മുമ്പ് ഇത് കണ്ടാൽ തന്നെ അറിയാം ഇത് നന്നായിട്ട് ബേക്ക്ഡ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്കൊന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് നോക്കാം. ഇപ്പോൾ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം നന്നായിട്ട് കേക്ക് ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തണുക്കട്ടെ. ഇവിടെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഈ തണുത്ത് കഴിഞ്ഞ് കേക്ക് മുറിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കേക്കിനെ ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഡിമോൾഡ് ചെയ്ത് മുറിച്ച് നോക്കാം കേക്ക് എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഈസി ആയിട്ട് പാനിൽ നിന്ന് പോരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊന്ന് മുറിച്ച് നോക്കാം. നമുക്ക് പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. സ്ലൈസ് ചെയ്ത് നോക്കട്ടെ. നല്ലതായിട്ട് ഈസി ആയിട്ട് മുറിഞ്ഞു പോരുന്നുണ്ട്. നല്ല സോഫ്റ്റ്നെസ്സും തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നോക്കി സ്ലൈസ് ഒന്ന് നോക്കിക്കേ, നിങ്ങൾക്ക് കാണുന്നില്ലേ? നന്നായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഞാനിതിനെ ഒന്ന് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. മാംഗോയുടെ ആ ഫ്ലേവറും ആൽമണ്ടിൻ്റെ ആ ഫ്ലേവറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ കൂടെ ഒന്ന് അടിക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം.